അമേരിക്കയെ മുട്ടുകുത്തിച്ച് ഇറാന്റെ ഖൈബർ ഷക്കാൻ. കുറഞ്ഞ ചിലവിൽ വൻ വെല്ലുവിളി. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യമൊക്കെ തന്നെ മാറ്റിമറിക്കാൻ ഇറാൻ പുതിയ ആയുധതന്ത്രമാണ് ഇറക്കിയിരിക്കുന്നത്. അത്തരത്തിൽ മുന്നേറുകയാണ് നിലവിൽ IRGC. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ കൂടുതൽ ആശ്രയിക്കുന്നത് ഖൈബർ ഷക്കാൻ എന്ന അത്യാധുനിക ബലിസ്റ്റിക് മിസൈലുകളെയാണ്. 1400 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം വിക്ഷേപിക്കാൻ സാധിക്കും. ഇന്ധനം നിറയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ട പഴയ മിസൈലുകളിൽ നിന്നും ഇതാണ് ഏറ്റവും വലിയൊരു പ്രയോജനം. വേഗത്തിൽ വിക്ഷേപിച്ച് ഉടൻ തന്നെ സ്ഥലം മാറ്റാൻ കഴിയുന്നതുകൊണ്ട് ശത്രുവിന് മിസൈൽ കേന്ദ്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. അതിനേക്കാൾ വലിയ വെല്ലുവിളി മിസൈലിൻ്റെ അവസാന ഘട്ടത്തിലെ സാങ്കേതികവിദ്യയും. ലക്ഷ്യസ്ഥാനത്തോടടുക്കുമ്പോൾ സ്ഫോടക ഭാഗം വേർപിരിഞ്ഞ് ചെറിയ എഞ്ചിനുകളുടെ സഹായത്തോടെ യാത്രാമാർഗം മാറ്റും. ഇതോടെ പാട്രിയറ്റ് താഡ് പോലുള്ള അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിൻ്റെ പാത കൃത്യമായി കണക്കാക്കാൻ കഴിയാതെ പോകുന്നു. ഇതോടൊപ്പം തന്നെ ഡ്രോണുകളും മറ്റ് ചിലവ് കുറഞ്ഞ മിസൈലുകളും ഒരുമിച്ച് വിക്ഷേപിക്കുന്ന തന്ത്രവും ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്. ഇതോടെ റഡാറുകൾക്ക് അമിതഭാരമുണ്ടാവുകയും ചില മിസൈലുകൾ പ്രതിരോധം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഖൈബർ ഷക്കാൻ നിർമ്മിക്കാൻ ഇറാൻ ചെലവിടുന്ന തുകയേക്കാൾ പല മടങ്ങ് തുകയാണ് അത് തടയാൻ വേണ്ടി വ്യോമ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി അമേരിക്ക ചെലവിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും അമേരിക്കയ്ക്ക് ഇതൊരു കടുത്ത വെല്ലുവിളി തന്നെയാണ് ഈ പുതിയ മിസൈൽ. മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഓരോ യുദ്ധാനുഭവത്തിൽ നിന്നും ഇറാൻ പാഠം പഠിക്കുന്നു. അതിനനുസരിച്ച് തന്ത്രവും സാങ്കേതികവിദ്യയും നവീകരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ അടുത്ത അധ്യായം നിർണ്ണയിക്കുന്ന പ്രധാന ആയുധമായി ഖൈബർ ഷക്കാൻ മാറുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.